ശബരിമലയിലെ സിനിമാ ചിത്രീകരണത്തിൽ നടപടി. സംവിധായകൻ അനുരാജ് മനോഹറിനെതിരെ കേസെടുത്തു. വനം വകുപ്പാണ് കേസെടുത്തത്. വനത്തിൽ അതിക്രമിച്ചു കയറിയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. നിയന്ത്രണം ലംഘിച്ച് സിനിമാ ചിത്രീകരണം നടത്തിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം വിജിലൻസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, പറയൂ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, സംരക്ഷിത വനമേഖലയാണ് ശബരിമല. ഈ ശബരിമല വനമേഖലയിൽ അനുവാദമില്ലാതെ അതിക്രമിച്ചു കടന്നു എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടുള്ള അനുരാജ് മനോഹറിനെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സംവിധായകൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ കേസ് ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ ഈ അനുരാജിന്റെ പുതിയ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിംഗ് ആണ് നടന്നതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സന്നിധാനത്തടക്കം ഷൂട്ടിംഗ് നടത്തുവാനായിട്ട് ഇവർ അനുമതി തേടിയിരുന്നു ദേവസ്വം ബോർഡിനോട്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനുമതി നൽകിയിരുന്നില്ല. തുടർന്ന് നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് ഷൂട്ടിംഗ് നടത്തുകയായിരുന്നു എന്നാണ് ഇവർക്കെതിരെ ഉയർന്ന പരാതി. സംഭവത്തിൽ നേരത്തെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ ദേവസ്വം വിജിലൻസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഒരു നടപടി കൂടി ഈ സിനിമാ പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സന്നിധാനത്ത് ഷൂട്ടിംഗ് നടത്തിയിട്ടില്ലെന്നും പമ്പയടക്കമുള്ള ഭാഗത്ത് മാത്രമാണ് ഷൂട്ടിംഗ് നടത്തിയിരുന്നതെന്നുമാണ് സിനിമാ പ്രവർത്തകർ, ഈ സിനിമയുടെ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ കേസ് നടപടി ഉണ്ടായിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ പരാതി പോലീസിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും പോകണമെങ്കിൽ അത് സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ ഈ വിഷയത്തിൽ അറിയിച്ചിരുന്നത്. രോഹിണി, ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.